ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ബട്ടർ ചിക്കനാണ്. വളരെ രുചികരമായൊരു വിഭവമാണ് ബട്ടർ ചിക്കൻ. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 3 കിലോ കോഴി ചെറുതാക്കി വെട്ടി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രത്തിലേക്ക് ബട്ടർ ഒഴിച്ച് അതിനകത്തേക്ക് 3 ഉള്ളി സ്ലൈസ് ചെയ്തതും ജിഞ്ചർ, ഗാർലിക് തുടങ്ങിയ സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ വതക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട മസാലകൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, ജീരകപ്പൊടി തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ്. അതെല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഒന്ന് ചെറുതാക്കി ഒന്ന് മിക്സാക്കി എടുത്ത് അതിലേക്ക് നമ്മൾ വെട്ടിവെച്ച 1 കിലോ തക്കാളി ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ തക്കാളി ആഡ് ചെയ്തതിന് ശേഷം തക്കാളി നല്ല രീതിയിൽ ഒന്ന് മെലട്ടാവുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി ചെറിയ തീയിൽ വേവിച്ച് എടുക്കേണ്ടതാണ്. അടിയിൽ പിടിക്കാതെ നല്ല രീതിയിൽ ഒന്ന് വേവിച്ച് എടുക്കുക. പിന്നെ നമ്മൾ ഒരു 100 ഗ്രാം കാഷ്യൂനട്ട് കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ കാഷ്യൂനട്ട് നമ്മൾ അരച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിനെ ബ്ലെൻഡ് ചെയ്യുകയാണ് വേണ്ടത്. ആദ്യം നമ്മൾ കാഷ്യൂനട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. മിക്സിയുടെ ജാറിൽ നമ്മൾ കാഷ്യൂനട്ട് ആഡ് ചെയ്ത് അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ നല്ല ചാന്ത് പോലെ അരച്ച് എടുക്കണം. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ചിക്കന് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മുളക് പൊടി തുടങ്ങിയ മസാലപ്പൊടികളും ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, ഒരു 2 സ്പൂണ്. പിന്നെ നല്ല കട്ട തൈര്, ഒരു ചെറുതായിട്ട് പുളിപ്പുള്ള കട്ട തൈര് നമ്മളിതിലേക്ക് 2 സ്പൂൺ ആഡ് ചെയ്ത് ഈ മസാലകളെല്ലാം നല്ല രീതിയിലൊന്ന് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കനെ നമ്മൾ 1 മണിക്കൂർ സമയത്തേക്കെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലേ അതിൻ്റെ മസാല ചിക്കനിൽ നല്ല രീതിയിൽ പിടിക്കുകയുള്ളൂ. ഒരു മണിക്കൂർ റെസ്റ്റ് ഇത് വെച്ചതിന് ശേഷം നമ്മൾക്കിതിനെ ഗ്രിൽ ചെയ്ത് എടുക്കേണ്ടതാണ്. ഗ്രിൽ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നല്ലൊരു ട്രേ എടുത്ത് അതിൽ ഓയിലെല്ലാം പുരട്ടി ചിക്കനെ ഞാൻ ഇതിലേക്ക് നിരത്തി വെക്കുകയാണ്. കൂട്ടി ഒരിക്കലും ഇടരുത്, നല്ല രീതിയിൽ പരത്തി വെക്കുക. എങ്കിലേ എല്ലാ ചിക്കനും ഒരേപോലെ വെന്ത് കിട്ടുകയുള്ളൂ. ഇനി ഗ്രിൽ ചെയ്യാൻ സൗകര്യമില്ലാത്തവർക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനെ നമ്മൾ ഓവനിലേക്ക് വെച്ച് ഗ്രിൽ ചെയ്തെടുക്കും. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മസാല നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് നല്ല ക്രീം പരുവത്തിൽ അരച്ച് എടുക്കേണ്ടതാണ്. നേരത്തെ നമ്മൾ കാഷ്യൂനട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അതേപോലെ ഇതും അരച്ച് എടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടുന്ന ഒരു സാധനം കുക്കിംഗ് ക്രീമാണ്. അത് നല്ല ഫുൾ ഫാറ്റുള്ള കുക്കിംഗ് ക്രീമാണ് വേണ്ടത്. ഇപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റും നമ്മുടെ മസാലയുടെ പേസ്റ്റുമാണ് ഉള്ളത്. ഇനി പാത്രത്തിലേക്ക് നമ്മൾ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ആഡ് ചെയ്യുക. അത് നല്ല രീതിയിൽ മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ഈ മസാലയുടെ ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് നല്ല രീതിയിൽ ഇളക്കി വേവിച്ച് നമ്മളിത് കുക്ക് ചെയ്ത് എടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം അരച്ച് വെച്ച കാഷ്യൂനട്ടിൻ്റെ ക്രീമാണ്. അത് വീണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്ത് എടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കുക്കിംഗ് ക്രീമാണ്. ഒരു 100 മില്ലി കുക്കിംഗ് ക്രീം ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കനെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വീണ്ടും ഒരു 10-15 മിനിറ്റ് വേവിക്കുക. പിന്നെ ഇതിന് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്ന ഒന്ന് കസൂർ മേത്തിയാണ്. ഈ കസൂർ മേത്തി ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ നമ്മുടെ ബട്ടർ ചിക്കൻ
ഇവിടെ റെഡിയായി. വൈറ്റ് റൈസ്, പൊറോട്ട, ചപ്പാത്തി, ഗീ റൈസ് തുടങ്ങിയ എല്ലാ ഭക്ഷണ വിഭവങ്ങളിലേക്കും ഇത് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ബട്ടർ ചിക്കൻ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് അതിൻ്റെ രുചി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റായി അറിയിക്കുക. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബട്ടർ ചിക്കനാണ്. ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്.